ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ഡീപ്പ് ക്ലീനിങ് ഡേ ആണ്. അപ്പോൾ അത് നിങ്ങളായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ക്ലീനിങ്ങിൻ്റെ ടൂൾസൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, മോപ്പും ചൂലും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ചിങ്ങമാസമൊക്കെ ആകുമ്പോൾ സാധാരണ എല്ലാവരും ക്ലീനിങ് ഒക്കെ തുടങ്ങുമല്ലോ. ഇതിപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഈ ട്രിവാൻഡ്രം ഏരിയയിലൊക്കെ ചിങ്ങമാസത്തിലാണ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. ചിങ്ങം 1-ാം തീയതിക്ക് മുന്നേ വീടിൻ്റെ എല്ലാ മുക്കും മൂലയും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യും. അങ്ങനെയാണ്. പക്ഷേ എൻ്റെ വീട് മലപ്പുറത്താണ്. അങ്ങോട്ടൊക്കെ വടക്കൻ കേരളത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യുന്നത്, ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഈ കർക്കിടക മാസം തുടങ്ങുന്നതിൻ്റെ മുന്നെയാണ്. കർക്കിടകം 1-ാം തീയതിയുടെ തലേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ ക്ലീനിങ്ങും ചെയ്ത് തീർക്കും. എന്നിട്ട് കർക്കിടക സംക്രാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. എല്ലാം നമ്മൾ ഈ ക്ലീൻ ചെയ്തിട്ട് കളഞ്ഞ് തീയിടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്നത് കർക്കിടകത്തിലാണ്. പക്ഷേ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് ഈ ചിങ്ങമാസത്തിൻ്റെ 1-ാം തീയതിക്ക് തലേ ദിവസമായിട്ട് കർക്കിടകം ലാസ്റ്റ് ഡേ ആണ് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടൊക്കെ തീ കത്തിക്കുന്നതോ അതൊക്കെ. ഞാനും അതുപോലെ ചിങ്ങത്തിൻ്റെ മുന്നേയിട്ട് ഒരു ക്ലീനിങ്ങിലാണ്. അപ്പോൾ എന്നും നമ്മളിങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീനിങ് അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടാവാതെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഡെയിലി എന്ന് പറയാം, മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്, അടിച്ചു വാരി തുടച്ചൊക്കെ ഇടാറുണ്ട്. ബാത്റൂമൊക്കെ ഒരു വീക്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസമൊക്കെ ക്ലീൻ ചെയ്യും. എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറില്ല. പിന്നെ ജനലിലെ പൊടിയൊക്കെ അടിച്ചു വരുന്ന കൂട്ടത്തിൽ തന്നെയൊക്കെ ഒന്നിങ്ങനെ പൊടി തട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടുതൽ പൊടികളൊന്നും അങ്ങനെ വരാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാം. നമ്മളിപ്പോൾ ഡീപ്പ് ക്ലീനേഴ്സിനെയൊക്കെ വിളിച്ച് ചെയ്യുമ്പം എത്രയായാലും നമ്മളെ വീട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ ആർക്കും അത്ര ആത്മാർത്ഥതയോടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു ഫീലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ വീട് ഞാൻ ക്ലീൻ ചെയ്യുന്നത്ര ആർക്കും അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഹസ്ബൻഡ് നാട്ടിലുള്ള സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയാണ് വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണത്. കൃഷ്ണേട്ട നാട്ടിലില്ലാത്ത സമയത്ത് ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്യണത്. അപ്പോൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്. പിന്നെ അല്ലെങ്കിൽ ഞാനാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാതെ ചില ദിവസങ്ങളിൽ താഴത്തെ ഫ്ലോർ മാത്രം, ചില ദിവസങ്ങളിൽ മേളിലെ ഫ്ലോർ മാത്രം, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഡീപ്പ് ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ താഴെ തന്നെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലരൊക്കെ ഡീപ്പ് ക്ലീനേഴ്സിനെ വിളിക്കുന്നത് കാണാം, നമ്മൾ എത്ര ചെയ്താലും ക്ലീൻ ആവില്ല. ചില മുക്കും മൂലയിലെ പൊടികൾ, മുകളിലൊക്കെ ഉള്ള പൊടികൾ നമ്മളെ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അത് ഡീപ്പ് ക്ലീനേഴ്സിനെ വിളിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ വീഡിയോസ് ഇടുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട് അവർ ചെയ്യുന്നതിനെക്കാട്ടും നല്ല നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവർക്ക് എത്രത്തോളം അങ്ങനെ ഒരു ചിന്ത കാണും. സ്വന്തം വീടല്ല കാണും, ചെയ്യുന്നവർ കാണും. ഇപ്പോൾ ആ ഒരു വർക്കിനോടുള്ള ഒരു ഇതുകൊണ്ട് ചെയ്യുന്നവരൊക്കെ കാണും. പക്ഷെ നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ. നമ്മൾ ഒരുപാട് ജോലിയൊക്കെ ഹെവി ആയിട്ട് ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടയേർഡാവും. അപ്പം നമുക്ക് ലാസ്റ്റൊക്കെ ആവുന്ന സമയത്തേക്കും നമ്മൾ പണി എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും തീർക്കുന്നുണ്ടാവുക. ആർക്കായാലും ഒരുപാട് പണി ചെയ്യുമ്പോഴത്തേക്കും ടയേർഡാവുമല്ലോ. മുമ്പ് ഞാനിപ്പോൾ ഇന്ന് എൻ്റെ വീട് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് അറിയാം എന്നെ കൊണ്ടത് മൊത്തത്തിൽ എന്തായാലും ഡീപ്പ് ക്ലീനിങ് ഒറ്റ ദിവസം കൊണ്ട് പറ്റൂലെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്യും, കുറച്ച് പോർഷൻസ് മാത്രം ചെയ്യും. അങ്ങനെ ചെയ്താൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ് തന്നെ നമുക്കൊരു ചിലപ്പോൾ ഒരു 1 വീക്കൊക്കെ എടുക്കും നമ്മൾ വീട് മൊത്തത്തിൽ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ. അതും അടുപ്പിച്ചടുപ്പിച്ചുള്ള ദിവസങ്ങളിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്നാണോ നമ്മൾ ഫ്രീ ആവണേ ആ ദിവസങ്ങളിലൊക്കെ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇന്നലെയാണ് ഇപ്പോൾ ഇത്രയും പോർഷൻ ചെയ്തത്. പൂജാ റൂമും സിറ്റ് ഔട്ടും ലിവിങ് ഏരിയയും കിച്ചണും വർക്ക് ഏരിയയും ഞാൻ ക്ലീൻ ചെയ്തു. എന്നിട്ട് തന്നെ എനിക്ക് വർക്ക് ഏരിയ കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചില്ല. രാവിലെ തുടങ്ങി രാത്രി വരെ എനിക്ക് ക്ലീനിങ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ 2 ഗസ്റ്റ് വന്നു. അങ്ങനെ ഒരു 2-3 മണിക്കൂർ പോയി. രാവിലെ തന്നെ ഞാൻ കുക്കിംഗ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോൾ സ്കൂളിൽ പോണ ദിവസങ്ങളിലൊക്കെ എനിക്ക് രാവിലെ എൻ്റെ കുക്കിംഗ് എല്ലാം കഴിയും. മോളെ 8 മണിക്ക് മുമ്പേ സ്കൂൾ ബസ് വരും, അപ്പോൾ അവൾ പോകും. ആ സമയം ആകുമ്പോഴത്തേക്കും എൻ്റെ കുക്കിംഗ് എല്ലാം കഴിയും. പിന്നെ മോൾ പോയി കഴിഞ്ഞാൽ ഡെയിലി എനിക്കുള്ള പണിയെന്ന് വെച്ചാൽ വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷ് ചെയ്യുക, വിരിച്ചിടുക, അടിച്ചു വരി തുടയ്ക്കുക, വീട് നീറ്റാക്കിയിടുക. ഇതാണ് എൻ്റെ പണി. അപ്പോൾ ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാ ജോലികളും തീരാറുണ്ട്. ഈ ഒരു ക്ലീനിങ് ഡേയിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. രാവിലെ കുക്കിംഗ് കഴിഞ്ഞു, അപ്പോൾ പിന്നെ വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഡീപ്പ് ക്ലീനിന് ഒരു മൂഡ് ഉണ്ടായപ്പോൾ അന്നത്തെ ദിവസം അങ്ങ് ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ ഒരു ലേഡർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഒരു വീട്ടിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു ലേഡർ ഉണ്ടായിരിക്കണം. ഇതുപോലെ കബോർഡിലൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഇതിനെ ഉയരത്തിലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ലേഡറിൽ കയറിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എന്തായാലും ഡെയിലി വർക്കിന് പോകണം, അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഡെയിലി ക്ലീനിങ് ഒക്കെ. അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എന്തായാലും ഡെയിലി ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ വീട് എന്നും ക്ലീൻ ചെയ്തിടുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് സന്തോഷമാണ്. വീട് നീറ്റായിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് വീട്ടിനകത്ത്. വന്ന് കാണുന്നവരും അത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന
പറ്റുന്ന ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നും വീട് ക്ലീൻ ചെയ്തിടുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഇതുപോലുള്ള ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ദിവസങ്ങളിൽ ക്ലീൻ ചെയ്യേണ്ട, ഇപ്പം ചിങ്ങമാസം കർക്കിടക മാസം അങ്ങനെയൊക്കെ ക്ലീനിങ് ഉണ്ടെങ്കിലൊന്നും അതൊന്നും വലിയ ബുദ്ധിമുട്ടാവില്ല. കാരണം നമ്മൾ ഈ ഒരു മാസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. എല്ലാ ദിവസങ്ങളും ക്ലീനിങ് ചെറുതായിട്ട് ഇങ്ങനെ നടക്കുകയായതുകൊണ്ട് നമുക്കത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നൂല കേട്ടോ. ഫ്രിഡ്ജ് ക്ലീനിങ്ങും അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഫ്രിഡ്ജ് ക്ലീൻ അപ്പം മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്നില്ലെങ്കിലും ഞാൻ എങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ, ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ തന്നെ 1-2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് എടുത്ത് മാറ്റുക. അപ്പോൾ ഓരോ തട്ടായിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ തട്ട് ക്ലീൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് കയറ്റുമ്പോഴത്തേക്കും നീറ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ക്ലീനിങ്ങും മൊത്തത്തിൽ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണതിൻ്റെ അന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ചൂലും മോപ്പ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പല പല ടൈപ്പ് ഇങ്ങനെ ക്ലീനിങ്ങിന് പറ്റിയ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ. ആ ഒരു ഗ്രേ കളറിലുള്ള ആ ഒരു മോപ്പില്ലേ, മോപ്പല്ല, വലയടിക്കുന്ന ബ്രഷ്, അത് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മളെ വീട്ടിലാണെങ്കിൽ കിച്ചണിലാണെങ്കിൽ ഫ്രിഡ്ജും ടോൾ യൂണിറ്റും ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു നാരോ ഗ്യാപ്പാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ചൂല് കൊണ്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ബ്രഷ് ആണെങ്കിൽ അതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് അതിനകത്ത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നീക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും കട്ടിലും മേശയൊക്കെ അടുത്തടുത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് അങ്ങനെയൊക്കെ ഗ്യാപ്പിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഭയങ്കര നല്ലതാണ്. പിന്നെ ഡീപ്പ് ക്ലീനിങ് ഡേയിലാണ് കിച്ചണിൻ്റെ ലോഫ്റ്റൊക്കെ ഒന്ന് തുറന്നു നോക്കുന്നത്. കിച്ചണിൻ്റെ ലോഫ്റ്റൊക്കെ തുറക്കുമ്പോഴത്തേക്ക് നല്ല പൊടികളൊക്കെ ആയിരിക്കും. കാരണം എപ്പോഴും നമ്മൾ അതിൻ്റെ മണ്ടയിലൊന്നും കയറി അതൊന്നും തുറക്കാറൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് സമയം കുറച്ച് സമയം എടുക്കും. അതെന്നും നമ്മൾ തുടയ്ക്കാനൊന്നും പോകുന്നില്ലല്ലോ, ഏറ്റവും മുകളിലല്ലേ അതൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്യുക, അങ്ങനെയാണ് ഇത്തിരി സമയം എടുക്കുന്നത്. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുക, ടിന്നുകളെല്ലാം കഴുകി വയ്ക്കുക, നമ്മളിങ്ങനെ കബോർഡിലൊക്കെ വെക്കുന്ന എല്ലാ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യുക, ഇതൊക്കെയായിരുന്നു പണി. പിന്നെ ഈ കിച്ചണിലും വർക്ക് ഏരിയയിലും നമ്മൾ ഈ PVC ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ ബ്ലൈൻഡ്സ് യൂസ് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഇപ്പോൾ കിച്ചണിൽ എനിക്ക് ചിമ്മിനി ഉണ്ട്, അതുകൊണ്ട് അവിടെ കിച്ചൺ ഗ്രീസ് ഒന്നും ആവുന്നില്ല. എപ്പോഴും ആ ഒരു ബ്ലൈൻഡ്സ് എപ്പോഴും നീറ്റായിട്ട് തന്നെ എടുക്കും, അത് വൈറ്റാണ്. പക്ഷേ വർക്ക് ഏരിയയിൽ ഈ ഒരു ഗ്രീൻ ബ്ലൈൻഡ്സ് എന്ന് പറയണത് എപ്പോഴും അവിടെ ചിമ്മിനി ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ കിച്ചൺ ഗ്രീസൊക്കെ ഇതിലേക്ക് സ്റ്റിക്കി ആയിട്ട് ഇരുന്നിട്ട് ക്ലീൻ ചെയ്യാൻ ഇത്തിരി പാടാണ്. ഞാൻ ഇതുപോലെ ഇങ്ങനെ തുടച്ച് കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ തുടയ്ക്കുമ്പം ആ ബ്ലൈൻഡ്സിൻ്റെ ഓരോരോ ഇതെന്ന് പറയുന്നതിൽ ഓരോ ലീഫ് എന്ന് പറയുന്നത് നമ്മൾ ഈ പണ്ടത്തെ താളിയോല എന്നൊക്കെ പറയില്ലേ, ജാതകമൊക്കെ ഉണ്ടാവില്ല താളിയോല, അതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിലിങ്ങനെ തുടയ്ക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഇങ്ങനെ ഒടിയണ പോലെയൊക്കെ ആവും. അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ശരിക്കും വർക്ക് ഏരിയയിൽ ഒരു ചിമ്മിനി വേണമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് കിച്ചൺ തന്നെയാണ്. കാരണം സോളാർ ഉള്ളതുകൊണ്ട്, ഇൻഡക്ഷൻ ആയതുകൊണ്ടും കിച്ചണിൽ ഞാൻ ഇൻഡക്ഷൻ ഹോബിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും അവിടെ തന്നെയാണ് കുക്കിംഗ്. പിന്നെ മൺചട്ടിയിലൊക്കെ വെക്കുന്നത് മാത്രമാണ് ഞാനിപ്പോൾ സ്റ്റൗവിൽ വർക്ക് ഏരിയയിൽ വെക്കുന്നത്, ഗ്യാസിൽ മീൻ കറിയൊക്കെ വെക്കുമ്പോഴും പിന്നെ മീൻ പൊരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് മാത്രമാണ് ഈ വർക്ക് ഏരിയയിൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഈ വർക്ക് ഏരിയയിലും ശരിക്കും ചിമ്മിനി വേണമെന്ന്. അപ്പോൾ ഒന്ന് വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുമുണ്ട്. കാരണം എപ്പോഴും നമ്മളെ കിച്ചൺ കബോർഡ്സും കർട്ടൻസും ബ്ലൈൻഡ്സും എല്ലാം നല്ല നീറ്റായിട്ടിരിക്കും ചിമ്മിനി ഉണ്ടെങ്കിൽ കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ചിമ്മിനി. നമ്മളെ ഹുഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് കിച്ചൺ നമ്മളത് എപ്പോഴും നീറ്റാണ്. കിച്ചണിലാണ് കുക്കിംഗ് കൂടുതലും ചെയ്യുന്നത്. നമ്മളെ ആ ഒരു നാനോ വൈറ്റ് ഒക്കെ ഇട്ടുള്ള കിച്ചണിലാണ് എപ്പോഴും കുക്കിംഗ് കൂടുതലുള്ളത്. വർക്ക് ഏരിയയിൽ കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗ്യാസിലുള്ള കുക്കിംഗ് കുറവാണ് ഇൻഡക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ സോളാർ വെക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഇൻഡക്ഷൻ ഹോബ് വാങ്ങിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ലൊക്കെ ഒരുപാട് കുറവേ വരുള്ളൂ. സോളാർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻഡക്ഷൻ യൂസ് ചെയ്താലും കറണ്ട് ബില്ല് കൂടില്ല. പിന്നെ ഗ്യാസിൻ്റെ ചിലവ് കുറയും. ഗ്യാസ് നമുക്ക് ഒരുപാട് ലാഭിക്കാം. ഗ്യാസ് അല്ലെങ്കിൽ ഒരു 1000 രൂപയൊക്കെ വേണ്ടേ ഓരോ മാസം വാങ്ങിക്കണമെങ്കിൽ. മുമ്പൊക്കെ നമുക്ക് ഒരു മാസം കൂടുമ്പോൾ ഗ്യാസ് കുറ്റി എടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 4 മാസം അടുപ്പിച്ചൊക്കെ കിട്ടുന്നുണ്ട്. അത് കഴിയുമ്പോഴേ നമുക്ക് ഗ്യാസ് വാങ്ങിക്കേണ്ടി വരാറുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ തൊട്ട് രാത്രി വരെ ക്ലീനിങ് ആയിരുന്നു കേട്ടോ. രാവിലെ 9 മണിക്ക് തുടങ്ങിയതാണ് ഞാൻ ഈ ക്ലീനിങ്. രാത്രി ഒരു 7 മണി വരെയൊക്കെ ചെയ്തു. പിന്നെ ഞാനങ്ങ് മടുത്തുപോയി. കുറേ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തന്നെ മടുക്കുമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ അങ്ങ് നിർത്തി. പണി മതി, ഇത്രയും ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ട് ബാക്കി പിന്നെ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യാൻ മൂടുള്ള ദിവസങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കുകയും വേണ്ട. അപ്പോൾ നമുക്കിപ്പോൾ ചിങ്ങത്തിൻ്റെ ചിങ്ങം തുടങ്ങുന്നതിന് മുമ്പ് കർക്കിടക അവസാനം പിന്നെ വെപ്രാളപ്പെട്ട് നമ്മളെല്ലാം കൂടെ ചെയ്യേണ്ടി വരും. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഏറ്റവും നല്ലത് ഫ്രീ ടൈം കിട്ടുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അങ്ങനെ ഇരുന്ന് ചെയ്യുന്നത്.
പക്ഷേ ഗസ്റ്റ് വന്നതുകൊണ്ടാണ് രാവിലെയും ഒരു മണിക്കൂർ അങ്ങനെ പോയി, വൈകിട്ട് ഒരു മണിക്കൂർ കൂടുതൽ പോയി, അങ്ങനെ ഒരു 2 മണിക്കൂർ കൂടുതൽ എനിക്ക് അവർ വന്ന് സംസാരിച്ചൊക്കെ ഇരിക്കേണ്ടി വന്നു. നമ്മളെ ഹെൽത്തും കൂടെ നോക്കണം കൂടെ, കാരണം നമ്മളിതെല്ലാം ഒരുപാടങ്ങ് ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് പോവാതെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മാത്രം ചെയ്യുക, ഒരുപാട് എനർജി കളഞ്ഞിട്ടൊന്നും ചെയ്യരുത്. പിന്നെ അസുഖമുള്ള ആൾക്കാർക്ക് അങ്ങനെയൊന്നും പറ്റില്ല, അത് നമുക്ക് ആരെങ്കിലുമൊക്കെ വിളിച്ച് ചെയ്യിച്ചാൽ തന്നെ പറ്റുള്ളൂ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് ആണെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ട് ഹെൽപ്പിന് വിളിച്ചിട്ടൊക്കെ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ, എൻ്റെ വീടല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ചെയ്തിട്ട് വീടിങ്ങനെ കാണാനൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടും ഒക്കെയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഞങ്ങളെ വീട് പണിയുടെ ആ ഒരു സമയത്തൊക്കെ എല്ലാവരും പറയുമായിരുന്നു കേട്ടോ, ആരെങ്കിലും ഹെൽപ്പിന് വെക്കേണ്ടി വരും, വലിയ വീടല്ലേ, അപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ആരെയും വെക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാൻ ഒന്നും പറയാറില്ല, കാരണം അറിഞ്ഞൂടല്ലോ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ, ഇനി എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടല്ലോ. അപ്പോൾ നോക്കാം എന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും സ്നേഹം കൊണ്ട് പറയുന്നതാണ് കേട്ടോ, കാരണം ഒറ്റയ്ക്കൊക്കെ ചെയ്ത് വയ്യാതാവണ്ട, ആരെങ്കിലുമൊക്കെ വിളിക്കേണ്ടി വരും അങ്ങനെയൊക്കെ പറയണതാണ്. പക്ഷേ ഞാനൊന്ന് ചെയ്ത് നോക്കി, ക്ലീനിങ് ഒക്കെ ഒറ്റയ്ക്ക് എന്നെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ല, എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ 1.5 വർഷമായി നമ്മൾ വീട് വെച്ചിട്ട്. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ പറ്റുന്നിടത്തോളം ഒറ്റയ്ക്ക് തന്നെ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഹസ്ബൻഡ് ഇപ്പോൾ പുറത്തായതുകൊണ്ടാണ്, നാട്ടിലുണ്ടെങ്കിൽ പക്ഷേ എൻ്റെ കൂടെ എല്ലാം ക്ലീനിങ് ചെയ്യാനും ഒക്കെ കൂടെ നിൽക്കുന്നത് ആളാണ് കേട്ടോ. എൻ്റെ ഈ ക്ലീനിങ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു ഹൈപ്പും കൂടെ കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്